എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അവസാനത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യയിലൂടെ എന്നാണ്. ഇതിൽ ഒരുപാട് PSCക്ക് ചോദിക്കാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ ഓരോരോ ചോദ്യങ്ങളും പഠിച്ചു പോവാ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഒട്ടും സമയം കളയാതെ തന്നെ നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശരേഖ. വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശരേഖ വടക്ക് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന രേഖാംശരേഖ പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന രേഖാംശരേഖ പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഹിമാലയ പർവ്വതനിരകളിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്കുകിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന പർവ്വതമേഖല ഉത്തരപർവ്വത മേഖല. ഹിമാലയ പർവ്വതനിരകളിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന പർവ്വതമേഖല ഉത്തരപർവ്വതമേഖല. ഉത്തര പർവ്വതമേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. ഉത്തരപർവ്വതമേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായ കൊടുമുടികൾ കാഞ്ചൻജംഗ, നന്ദാദേവി. ഹിമാലയൻ പർവ്വതനിരയുടെ ഭാഗമായ കൊടുമുടികൾ കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവയാണ്. ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി. ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. ആപ്പിൾ കൃഷിക്ക് പ്രസിദ്ധി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ആപ്പിൾ കൃഷിക്ക് പ്രസിദ്ധി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. കുങ്കുമപ്പൂവിന് പ്രസിദ്ധമായ ഇന്ത്യൻ പ്രദേശം ജമ്മു കാശ്മീർ. കുങ്കുമപ്പൂവിന് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിലെ ഗ്രാമമാണ് ചിറാപുഞ്ചി. ഖാസി കുന്നുകളിലെ തെക്കേ ചെരുവിലെ ഗ്രാമം ചിറാപുഞ്ചി. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന 2 മഴക്കാലങ്ങൾ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കുകിഴക്കൻ മൺസൂൺ കാലം.
ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന രണ്ട് മഴക്കാലങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ വടക്കുകിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ ടു നവംബർ വരെയാണ്. ഇന്ത്യയിൽ വടക്കുകിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലം ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം വടക്കുകിഴക്കൻ മൺസൂൺ കാലം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാലം. ഇന്ത്യയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് കാരണങ്ങൾ മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, വയലുകൾ മണ്ണിട്ട് നികത്തുന്നത്. ഇന്ത്യയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് എന്നിവയാണ്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ: ഡാമുകൾ നിർമ്മിക്കുക, നദികളുടെ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, വനവൽക്കരണം എന്നിവയാണ്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ: ഡാമുകൾ നിർമ്മിക്കുക, നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, വനവൽക്കരണം എന്നിവയാണ്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങൾ അറിയപ്പെടുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ എന്നാണ്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങൾ അറിയപ്പെടുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ എന്നാണ്. വാർഷിക വർഷാപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ. വാർഷിക വർഷാപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാടുകളാണ് ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാടുകളാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന കാടുകളാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന കാടുകളാണ് ഇലപൊഴിയും കാടുകൾ. പലജാതി മാനുകൾ, മുയലുകൾ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ഇലപൊഴിയും കാടുകൾ. പലജാതി മാനുകള്, മുയലുകള്, മയില്, വേഴാമ്പല്, മറ്റു പലതരം പക്ഷികള്, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ഇലപൊഴിയും കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ അവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ അവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന
പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. ബംഗാൾ കടുവയുടെ ആവാസകേന്ദ്രമായ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ബംഗാൾ കടുവയുടെ ആവാസകേന്ദ്രമായ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപിക ഗ്രവ്യവൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽവർഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന പ്രദേശം പർവ്വതവനങ്ങളാണ്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ളത് ഉത്തര മഹാസമതലത്തിലാണ്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയില്, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ളത് ഉത്തര മഹാസമതലത്തിലാണ്. മരുസ്ഥലി എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മരുസ്ഥലി എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വെള്ളം കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള വിളകളാണ് ജോവറും ബജ്രയും. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വെള്ളം കുറഞ്ഞ അളവിൽ ആവശ്യമായ വിളകളാണ് ജോവർ, ബജ്ര എന്നിവ. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മഴ വളരെ വിരളമായ താർ മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ എന്നിവ. മഴ വളരെ വിരളമായ താർ മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ് വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഒരു പ്രധാന തൊഴിൽ മേഖലയായ ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഒരു പ്രധാന തൊഴിൽ മേഖലയായ ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് കൃഷ്ണ, കാവേരി, നർമ്മദ, ഗോദാവരി, താപ്തി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് കൃഷ്ണ, കാവേരി, നർമ്മദ, ഗോദാവരി, താപ്തി എന്നിവ. ഇന്ത്യയുടെ കടൽത്തീരം 7516.6 കിലോമീറ്റർ. പടിഞ്ഞാറൻ തീരസമതലങ്ങളിലെ പ്രധാന കൃഷിയിനങ്ങളാണ് നെല്ല്, തെങ്ങ് എന്നിവ. പടിഞ്ഞാറൻ തീരസമതലങ്ങളിലെ പ്രധാന കൃഷിയിനങ്ങളാണ് നെല്ല്, തെങ്ങ് എന്നിവ. കിഴക്കൻ തീരസമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതാണ് നെല്ല്. കിഴക്കൻ തീരസമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് നെല്ലാണ്. കിഴക്കൻ തീരസമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്.
കിഴക്കൻ തീര സമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങളാണ് ദ്വീപുകൾ. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങൾ ദ്വീപുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിവ. ഉത്തരേന്ത്യയിലെ പ്രധാന ജലസ്രോതസ്സുകളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും. ഉത്തരേന്ത്യയിലെ പ്രധാന ജലസ്രോതസ്സുകളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹിമാലയൻ നദികൾ എന്നുള്ളത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പൊതുവെ അറിയപ്പെടുന്നത് ഹിമാലയൻ നദികൾ എന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ഉപദ്വീപീയ നദികൾ എന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ഉപദ്വീപീയ നദികൾ എന്നാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി എന്നിവയാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി എന്നിവയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയൻ നദിയാണ് നർമ്മദ. അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയൻ നദിയാണ് നർമ്മദ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയൻ നദികളാണ് ഗോദാവരി, കൃഷ്ണ എന്നിവ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയൻ നദികളാണ് ഗോദാവരി, കൃഷ്ണ എന്നിവ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, പർവ്വത മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് എന്നിവ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ് എക്കൽ മണ്ണ്, അതേപോലെ മരുഭൂമി മണ്ണ്, അതേപോലെ പർവ്വത മണ്ണ്, പിന്നെ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് തുടങ്ങിയവയൊക്കെ. ഉത്തര മഹാസമതലത്തിലും മറ്റ് നദീതടങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിലും മറ്റ് നദീതടത്തിലും കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടീയമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടീയമായ മണ്ണാണ് എക്കൽ മണ്ണ്. പരുത്തി, കരിമ്പ് എന്നീ വിളകൾക്ക് അനുയോജ്യമായതും ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള മണ്ണിനം കറുത്ത മണ്ണാണ്. പരുത്തി, കരിമ്പ് എന്നീ വിളകൾക്ക് അനുയോജ്യമായതും ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നതുമായ മണ്ണിനം കറുത്ത മണ്ണാണ്. പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് മണ്ണും ചെമ്മണ്ണുമാണ്. പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് എന്നിവയാണ്. ജലാംശം കുറവായ മണ്ണ് മരുഭൂമിയിലെ മണ്ണാണ്. ജലാംശം കുറവായ മണ്ണ് മരുഭൂമിയിലെ മണ്ണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണ് പർവ്വത മണ്ണാണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണ് പർവ്വത മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം പർവ്വത മണ്ണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലങ്ങൾ ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം എന്നിവയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലങ്ങൾ ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം എന്നിവയാണ്. വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത്
ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ്. വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ശൈത്യകാലത്ത് -40°C വരെ താപനിലയിലെത്തുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് കാർഗിലും ദ്രാസും. ശൈത്യകാലത്ത് -40° വരെ താപനിലയിലെത്തുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് കാർഗിൽ, ദ്രാസ് എന്നീ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് മാർച്ച് മുതൽ മെയ് വരെ. കുറഞ്ഞ മഴയോ ജലത്തിന്റെ അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർബല്യം നേരിടുന്ന സാഹചര്യം അറിയപ്പെടുന്നത് വരൾച്ച എന്നാണ്. കുറഞ്ഞ മഴയോ ജലത്തിന്റെ അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യം അറിയപ്പെടുന്നത് വരൾച്ച എന്നാണ്. വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ പറ്റിയ മാർഗങ്ങളാണ് മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കാം, വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാം, ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കാം എന്നിവ. എന്തൊക്കെയാണ് വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ കഴിയുന്ന മാർഗങ്ങളാണ്? മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കാം, വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാം, ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കാം. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 76ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ട്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വീഡിയോകളിൽ വരുത്തേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവൂ. അത് സഹകരിച്ച് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, ഹാവ് എ ഗുഡ് ഡേ.